ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കണ്ണൂർ ചിറക്കൽ മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്, എൻ്റെ മുമ്പിലാണ് ഉള്ളത്. ഈ കാണുന്നതാണ് മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം. എൻ്റെ ഈ ജീവിതം എന്ന ചാനലിൽ കുറേ മുന്നേ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ഈ ക്ഷേത്രത്തെ പറ്റിയിട്ട്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. എന്നാലും ഈ മഴയുടെ സമയത്ത്, മഴക്കാലത്ത് ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. അതിപുരാതനമായ ക്ഷേത്രമാണല്ലേ, നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും. ആ രാജവംശത്തിൻ്റെ കാലത്ത് അത്രയും പുരാതനമായ, അത്ര നൂറ്റാണ്ടുകളായി എന്നറിയും ക്ഷേത്രം സ്ഥിതി ചെയ്തത്. ഇവിടെയാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത്. മഹാകാവ്യമായ കൃഷ്ണഗാഥയിലെ രചിച്ചത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉൾവശമൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല, എൻ്റെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്, അത് കാണുക. ആ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണേണ്ടത് കണ്ട് നിങ്ങൾ അമ്പരമുണ്ടാക്കുന്ന വീഡിയോ ആണിത് കാണാൻ പോകുന്നത്. അത്രയും പഴമയുടെ പുതുമയുടെ ഏറിയ ഈ മുൻഭാഗമാണിപ്പോൾ കണ്ടത്. അത്രയും നൂറ്റാണ്ടുകളായി. അതിൻ്റെ മുമ്പിൽ കാണുന്നതാണ് ഈ കുളം, ചിറ എന്ന് പറയും, ചിറക്കൽ ചിറ. അത്രയും വലിയ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ചിറയുള്ളത്. അതിഭംഗിയോടുകൂടി അത് പുനർനിർമ്മിച്ചിട്ടുണ്ട്. ചുറ്റുമതിലൊക്കെ കെട്ടി അത് സംരക്ഷിച്ചിട്ടുണ്ട്. ഇവരുടെ പായലും കാടുകളൊക്കെ നിറഞ്ഞതായിരുന്നു. അതെല്ലാം വൃത്തിയാക്കി മനോഹരമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ്, LDF സർക്കാർ. അതിമനോഹരമായിട്ടാക്കിയിട്ടുണ്ട് ചിറയുടെ കാര്യങ്ങളൊക്കെ. നല്ല വൃത്തിയുള്ള വെള്ളം, ശുദ്ധവെള്ളം, പായലോ പൂപ്പലോ ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിസുന്ദരമായിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റുപാടും ഒക്കെ ഇൻ്റർലോക്ക് ചെയ്ത പാതകളും എല്ലാം. ഇനി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വടക്കേ മലബാറിൻ്റെ പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഈ ചിറയുടെ നേരെ എതിർവശത്ത് 2 ക്ഷേത്രം വേറെയുമുണ്ട്. അത് ഈ വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ കുളിക്കടവ് കാണാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഈ വീഡിയോ എൻ്റെ ഒരു സംഭവമുണ്ട്, അത് നിങ്ങൾ കാണുക. നമ്മളെ മാലു വന്നിട്ടുണ്ട്. മാലു ആരാണ് മാലു എന്ന് കാണണ്ടേ നിങ്ങൾക്ക്? അപ്പം മാലുവെ നിങ്ങൾ കാണാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക്, കമൻറ്റ് തരാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ വരാത്തവരുണ്ടെങ്കിൽ വന്നോളൂ. കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കടുത്താണ് ഈ ക്ഷേത്രം. ചിറക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രം വേറെയുണ്ട്, അത് ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ്. പക്ഷേ ഈ മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വരണ്ടെങ്കിൽ ചിറക്കൽ ചിറേൻ്റെ അടുത്താണ് മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം. ചിറക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ചോദിച്ചാൽ മതി ഈ മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം എവിടെയാണെന്ന്. അതിൻ്റെ ആൾക്കാർ കാണിച്ചു തരും നിങ്ങൾക്ക് എവിടെയാണെന്നുള്ളത്. അത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ചിറയുടെ അടുത്ത് തന്നെയാണ്. നിങ്ങൾക്കിത് ഇതുവരെ വരാത്തവരാണെങ്കിൽ ഇവിടെ ഒന്ന് വരിക. ചിറക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിസുന്ദരമായ കാഴ്ചയാണ്, മനോഹരമായ കാഴ്ചയാണ്. പ്രഭാതങ്ങളിലും സായന്തനങ്ങളിലും വൈകുന്നേരങ്ങളിലും നല്ല ശാന്തസുന്ദരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തി ഇവിടെ വന്നിരിക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ട്. ക്ഷേത്ര ദർശനമാണ് മുഖ്യ പുണ്യം. അത് സന്ദർശിക്കുക. ഇവിടെ ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഉള്ള ഒരു ചിറക്കൽ നാടാണിത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആൾ എത്തി കേട്ടോ. മാലിപ്പൂച്ച, ഇതാണ് മാലിപ്പൂച്ച. കണ്ടു നോക്കൂ, അവസാനം വരെ കാണണേ.